ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു. ചേട്ടായിക്ക് പനിയും പിന്നെ കുഞ്ഞിന് ജലദോഷമായിരുന്നു. അപ്പോൾ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നില്ല, ചെറിയ അസുഖമൊക്കെ ആയതുകൊണ്ട് പിന്നെ മുണ്ടക്കയം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കാണിക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്ന് ചേട്ടായി ആ സമയത്ത് ചീട്ടെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടായുടെ കാലം ഒരു ആണയും കൊണ്ടിട്ടുണ്ട്, അതിന് ടീറ്റിയും കൂടെ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും വന്നത്. പിന്നെ ചേട്ടായി ചീട്ടെടുക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കുറഞ്ഞ കാഴ്ചകളൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ. കുഞ്ഞിനിങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പടക്കൂന്നൊരു സൗണ്ട് കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി. വേറൊന്നുമല്ല, ഭിത്തിയിലെ ടൈലടന്ന് വീണായിരുന്നേ. പിന്നെ സെക്യൂരിറ്റി ചേട്ടനും പിന്നെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിയും കൂടെ വന്ന് പിന്നെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടുന്ന കണ്ടു. പിന്നെ സ്റ്റെപ്പ് കയറി മേളിൽ പോകണം, അവിടെയാണ് OP. ഞങ്ങൾ പിന്നെ പതുക്കെ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയപ്പോൾ തന്നെ ചേട്ടായി പിന്നെ ചീട്ടെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആണുങ്ങളുടെ ഭാഗത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പെണ്ണുങ്ങളുടെ ഭാഗത്ത് പിന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞാനും കുഞ്ഞിനും കൂടെ പതുക്കെ സ്റ്റെപ്പ് കയറി ഇങ്ങ് പോകുന്നു. ഞാൻ ഇയാളുടെ ഭയങ്കര അലമ്പാട്ടോ. എന്നെ മുടിയെ പിടിച്ച് വലിയാണ്. 3-4 പ്രാവശ്യം എന്നെ മുടിയെ പിടിച്ച് വലിച്ചു. അത് പറിച്ചെടുക്കുന്ന രീതിയിലാണ് വലിക്കുന്നത്. നമുക്ക് നന്നായിട്ട് വേദന എടുക്കും. പിന്നെ കടിയാണ് ഈയിടെയാട്ടെ. മേളിൽ 4 പല്ലും അടി 2 പല്ലും വന്നിട്ടുണ്ട്. പിന്നെ കൈമൂഞ്ചലിന് ഒരു കുറവുമില്ല. ഇതെന്ന് മാറുമെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കുഞ്ഞിന് ഭയങ്കര കൈമൂഞ്ചലാണ്, എപ്പോഴും കൈമൂഞ്ചലാണ്. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ 4ാമത്തെ കൗണ്ടറിൽ മാത്രം ആരും ടോക്കൺ വിളിക്കാതെ കയറിപ്പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളും പിന്നെ കയറിപ്പോയി. കാരണം കുഞ്ഞിന് കുറച്ച് കഴിയുമ്പോൾ മിതം മാറും കേട്ടോ. ഉറങ്ങാൻ വേണ്ടി തൊട്ടി കിടത്തില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും. പിന്നെ ചേട്ടായി സ്വന്തം ആശുപത്രിയിൽ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കി നിൽക്കുക, അങ്ങോട്ട് നോക്കി നിന്ന് മരുന്ന് മേടിക്കാനുള്ളതിന്. പിന്നെ ഞങ്ങൾ പതുക്കെ ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ ചേട്ടായി ബൈക്ക് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈക്കിൽ കയറി പുത്തഞ്ഞത്തിലോട്ട് പോയി അവിടെ ഒരു കടയിൽ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്താണ് നിന്നത്, അകത്ത് കയറിയില്ല. കാരണം കുഞ്ഞിനെല്ലാം വലിച്ചിടും എന്ന് നമ്മുടെ കണ്ണിൽ കൂടെ കാശ് പോകുന്ന വഴി കാണുകയില്ല. പിന്നെ ഇപ്പം എല്ലാം എടുക്കണം കാണണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. പിന്നെ ഞങ്ങൾ ചേട്ടായി മേളിൽ റോട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഒന്നുകൂടെ കടയ്ക്ക് പോയി പനക്കൽക്കണ്ടം മേടിക്കണ്ടായിരുന്നു കുഞ്ഞിനെ. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളെ ടൗണിലോട്ട് കൊണ്ടുപോയില്ല. ഇത് അടുത്ത വീട്ടിലെ താറാവട്ടെ, ഞങ്ങളെ കണ്ടതേ കുണുങ്ങാൻ തുടങ്ങി. നല്ല രസമുണ്ട് അവളെ കാണാൻ. ഇങ്ങനെ അഴിച്ചൊന്നും വിടാറില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കാണുന്നത്. എന്നാണോ വട്ടം നീളം കറങ്ങുമായിരുന്നു അവൾ കിടന്ന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവളെ. പിന്നെ ഒരു ഉച്ചയൊക്കെ തന്നെ ഞങ്ങൾ പിന്നെ ചോറുണ്ട് കേട്ടോ. വാഴയ്ക്കാത്തോരൻ, മീൻ വറുത്ത്, പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൂട്ടി ചോറ് കഴിച്ചു. പിന്നെ ഒരു 3 മണിയായപ്പോൾ കുമ്പളപ്പം ഉണ്ടായിരുന്നു. അതും പിന്നെ തലേദിവസത്തെയാണ്. അപ്പം കുമ്പളപ്പം ഉണ്ടാക്കി 2 ദിവസത്തേനുണ്ട്. പിന്നെ പാൽച്ചായ ഉണ്ടായിരുന്നു, അതും കൂട്ടി ഞങ്ങൾ ചായ കുടിച്ചു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കുമ്പളപ്പവേ. പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തിനുള്ള പരിപാടി തുടങ്ങി. വേറൊന്നുമല്ല, വൈകുന്നേരം കറി വെക്കാനുള്ള ചീരയാണ്. താഴത്തെ വീട്ടിലെ ചേച്ചി എന്ന് അവർക്ക് പറിച്ച കൂടെ ഞാൻ പിന്നെ അത് ഒരുക്കി തോരൻ കറി അങ്ങ് വെച്ചു. പിന്നെ വൈകിട്ടത്തേന് പിന്നെ ഈ കറികളൊക്കെ തന്നെ ഉള്ളൂ. വാഴയ്ക്കാത്തോരനും ചീരത്തോരനും പിന്നെ മീൻ വറുത്തേ ഉള്ളൂ. ചേട്ടായി ഇതൊന്നും കൂട്ടി കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം പനി ആയതുകൊണ്ട് വായിക്ക് ടേസ്റ്റും ഇല്ല. ചേട്ടായിക്ക് ഇറച്ചിയും മീനും എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ, കാര്യമായിട്ട് എന്നാലേ കഴിക്കുകയുള്ളൂ. പിന്നെ വൈകുന്നേരം അപ്പോൾ ചേട്ടായി പിന്നെ പനക്കൽക്കണ്ടം പിടിച്ചു. ഞാൻ അപ്പോൾ തന്നെ പണിയെല്ലാം ചെയ്ത് മടുത്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് എനിക്ക് പ്രഷർ തന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ടു.